ഒരു ബണ്ണും ചായയല്ലേ ഞാൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് ഞാൻ കേട്ടോ. യൂട്യൂബ് തുറന്നാൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇറാനി ചായയും മസ്ക ബണ്ണും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് എടുക്കാനായിട്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണുകളാണ് ഒഴിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നോടം വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസ്ക ബണ്ണിനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചായ റെഡിയാക്കാൻ നോക്കിയാലോ. ഈ ചായപാത്രത്തിൽ ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും പിന്നെ ഒരു 3 ഏലക്കായും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്രാമ്പും കറുവപ്പട്ടയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നൊന്നുമില്ല. ഈ ചായ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത് കവർ ചെയ്യാനായിട്ട്. ഒട്ടും ആവി പോകാതെ വേണം നമ്മൾ ചായ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കൂലേ, അതുപോലെ നമുക്ക് മൈദ ഒട്ടിച്ച് വെക്കാവുന്നതാണ് സൈഡിൽ. ചായ അവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പാല് തയ്യാറാക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇറാനി ചായ എന്ന് പറയുന്ന ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും അതിന്. നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ചായ നോക്കാം കേട്ടോ. ഇപ്പം നോക്കിയാൽ ചായയൊക്കെ നല്ലപോലെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കടുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്ന കട്ടൻ ചായയില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല ക്രീമി ആയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ ഇതുപോലെ കട്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് ബണ്ണിൽ തേച്ച് പിടിപ്പിക്കാം. ബണ്ണിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഇത്ര എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളത് ബണ്ണ് ക്രീം തേച്ചതിന് ശേഷം ചായയിൽ മുക്കി തന്നെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടമ്മ. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇറാനി ചായയും ബൺ മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇനിയും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. Thank you for watching our video.